ദേശീയപാത നിർമ്മാണത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. കൂരിയാട് നിന്നാണ് ആദ്യത്തെ വാർത്ത വന്നതെങ്കിൽ തുടർന്ന് അതിന് സമാനമായ രീതിയിലാണ് പല ഭാഗത്തും ആശങ്ക. ദേശീയപാത 66-ലെ അശാസ്ത്രീയ രൂപകൽപ്പനയുടെ ദുരിതം അനുഭവിക്കുകയാണ് വെട്ടിച്ചിറയ്ക്കും പുത്തനത്താണിക്കും ഇടയിലുള്ളവർ. പുത്തനത്താണിയിൽ ദേശീയപാതയുടെ സർവീസ് റോഡുകൾ മേൽപ്പാലത്തിന്റെ കൈവഴികൾക്ക് താഴെ വലം വെച്ച് കറങ്ങിത്തിരിഞ്ഞാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത്. സർവീസ് റോഡും ഡ്രെയിനേജും ഇല്ലാത്തതിനാൽ പ്രദേശത്തെ വീടുകളിലേക്കാണ് മലിനജലം മുഴുവൻ കുത്തിയൊലിച്ചെത്തുന്നത്. CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദേശീയപാത 66-ൽ വെട്ടിച്ചിറയ്ക്കും പുത്തനത്താണിക്കും ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് മുകളിലുള്ളത് പുത്തനത്താണിയിലെ ഓവർ ബ്രിഡ്ജാണ്. ഇതുവഴിയാണ് ഹൈവേ കടന്നു പോകുന്നത്. ഇവിടുത്തെ പ്രധാന പ്രശ്നം ഈ രണ്ട് മേഖലയ്ക്കിടയിൽ സർവീസ് റോഡില്ല എന്നുള്ളതാണ്. നിലവിൽ നമുക്ക് അവിടെ കാണാൻ കഴിയും, വെട്ടിച്ചിറ ഭാഗത്തു നിന്നുള്ള സർവീസ് റോഡ് അതുവഴി ഈ പാതയ്ക്കരികിലൂടെ വളഞ്ഞ് തിരിച്ച് പഴയ റോഡിലേക്ക് കയറുന്നു. തിരിച്ച് ആ പഴയ റോഡിലൂടെ വാഹനങ്ങൾ ഇവിടെ വന്ന് ഈ ഭാഗത്ത് തിരിഞ്ഞു വേണം പോകുവാൻ. അപ്പോൾ ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂട്ടിയിണക്കുന്ന തരത്തിലൊരു സർവീസ് റോഡാണ് ഇവിടെ അത്യാവശ്യമായി വേണ്ടത്. സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ ദുരിതത്തിലാവുന്നത് ഈ മേഖലയിലെ പ്രദേശവാസികൾ കൂടിയാണ്. നമ്മുടെ വെട്ടിച്ചിറയുടെയും പിന്നെ അതുപോലെ തന്നെ പുത്തനത്താണിൻ്റെ ഇടയിൽ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു പ്രദേശമാണിത്. കാരണം ഈ സർവീസ് റോഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇത് നിരന്തരമായിട്ട് പിന്നെ വാഹനങ്ങൾ ഇപ്പോൾ കർവ് തിരിഞ്ഞു വരണം. അതുകൊണ്ട് ഒരുപാട് പ്രയാസമുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് നിന്നിരുന്ന വലിയ വെള്ളക്കെട്ട് ഇപ്പം താഴേക്ക് നോക്കിയാൽ അറിയാം, ഈ വീടുകളൊക്കെ പൂർണ്ണമായിട്ടും ഒരു മഴ പെയ്താൽ വെള്ളത്തിലേക്ക് നീങ്ങുന്നൊരവസ്ഥയാണ്, വെള്ളക്കെട്ടിലേക്ക് നീങ്ങുന്നൊരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മാണ സമയത്ത് പറഞ്ഞിരുന്നില്ലേ? തീർച്ചയായിട്ടും ഇവരോട് പറഞ്ഞിരുന്നു. ഈ കർവ് ഇവിടെ പണി നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഇവിടെ ഈ കെട്ട് ഒഴിവാക്കിയിട്ട് നേരെ ഈ സർവീസ് റോഡ് മുഴുവനാക്കണമെന്നും ഈ പ്രദേശത്ത് റീറ്റെയിനിങ് വാൾ കെട്ടണമെന്ന്. കാരണം ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഈ പ്രദേശം ഇങ്ങനെ ആകെ പ്രദേശം ഒരു മണ്ണ് കൂനായിട്ട് കിടക്കുകയാണ്. ഇവിടെ ശരിക്കും റീറ്റെയിനിങ് വാൾ കെട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ മണ്ണ് ഇടിയാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ വളരെയധികം നമ്മൾ ഭയപ്പെടുന്ന ഒരു സംഗതി എന്തായാലും ഇപ്പോൾ കൂരിയാടുണ്ടായ അപകടത്തോടു കൂടി എല്ലാവരും പരിഭ്രാന്തിയിലാണ്. നമ്മളുടെ ഒക്കെ ഒരു പ്രതീക്ഷ എന്താ വെച്ചാൽ KNRC വളരെ ശാസ്ത്രീയമായിട്ടാണ് പണികൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ അപകടം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ഭയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാണ്. അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ പ്രശ്നത്തിൽ പരിഹാരം കണ്ടില്ല എന്നെങ്കിൽ ഇവിടെ വലിയ ഒരു ജനസമൂഹം അധിവസിക്കുന്നു. ഇതിപ്പോൾ ഈ സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് ഈ വെള്ളം കുത്തിയൊലിച്ച് പോകുന്ന നേരെ വീടുകളിലേക്കാണ്. ഈ ഇപ്പോൾ കഴിഞ്ഞ ഫസ്റ്റിൽ ഇവിടെ അടമഴ പെയ്തപ്പോൾ ഈ താഴെ കാണുന്ന ഈ വീട്ടിൽ അവർക്ക് ഏകദേശം ഒരു 3ഓളം വീടുകളിൽ ഒരാളുടെ അരഭാഗത്തോളം കണ്ട് മണ്ണടിഞ്ഞ് പുതിയ വീടുകൾ. ഇവരൊക്കെ വലിയൊരു സംഭവം എന്താ വെച്ചാൽ ഹൈവേയുടെ നഷ്ടപരിഹാരം കിട്ടിയിട്ട് ഹൈവേ മാറി താമസിച്ച ആളുകളാണ്. വീണ്ടും അതിൻ്റെ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലതവണ ഈ കാര്യം ആവശ്യപ്പെട്ട് ഇവർ പ്രതിഷേധിച്ചിട്ടുണ്ട്. KNRCയുടെ ഈ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ പരിഹരിക്കാമെന്ന് ഉറപ്പ് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് ഇവിടുത്തുകാർ പറയുന്നു. മാത്രമല്ല മഴക്കാലം കൂടി വന്നതോടെ ഇവിടെ ജീവിക്കുന്നവർക്ക് വലിയ പ്രതിസന്ധി നേരിടുന്നത് ഈ കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തെ അതിജീവിക്കുക എന്നുള്ളത്. ചെളിയും കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ ഈ വെള്ളം ഇവിടെ കൂടിക്കിടക്കുന്ന ഈ വെള്ളവും മണ്ണുമൊക്കെ നേരെ താഴേക്ക് ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് കുത്തിയൊലിച്ചു പോകുന്നത്. അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. പലപ്പോഴും ഈ ഹൈവേക്ക് വേണ്ടി വീടും സ്ഥലവും ഒക്കെ വിട്ടുകൊടുത്ത് രണ്ടാമത് വീട് എടുത്ത് താമസിക്കുന്നവരാണ് ഈ മേഖലയിലുള്ളവരൊക്കെ. അവരൊക്കെ വീണ്ടും ഈ മേഖലയിൽ നിന്ന് താമസം മാറേണ്ടി വരുമോ എന്ന ആശങ്കയാണ് പങ്കുവയ്ക്കുന്നത്. വീടുകളിൽ വലിയ പരിതാപകരമായ അവസ്ഥയാണ് നിലവിലുള്ളത്. അവരൊക്കെ പൊന്നും വിലയുള്ള ഈ സ്ഥലവും വീടും ഹൈവേക്ക് വിട്ടുകൊടുത്ത് സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിച്ചതായിരുന്നു. ഇപ്പോൾ മഴ പെയ്തോടുകൂടിയിട്ട് അവരുടെ വീട്ടിലേക്ക് വെള്ളം കയറുന്ന രീതിയിലാണ് ചളിയും കല്ലും മണ്ണും അടക്കം ഇവിടെ ഡംപ് ചെയ്തിട്ടുള്ള ഈ മുഴുവൻ ചളിയും അവിടേക്ക് എത്തിയിട്ടുള്ളത്. ഏകദേശം 3 വീടുകൾ പരിപൂർണമായും ഒരു ദിവസം അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ പണം ഉപയോഗിച്ച് ചെറിയ തോട് കീറി വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തി, വീട്ടിലേക്ക് വാഹനം വരാൻ കഴിയാത്ത രീതിയിൽ തടസ്സപ്പെടുത്തിയിട്ടാണ് അവർ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഇതിനൊരു പരിഹാരം കാണുന്നില്ല. നിയമസഭയിൽ MLA ഇത് ആവശ്യപ്പെട്ടു. 10-25ഓളം നിവേദനങ്ങൾ ജില്ലാ കളക്ടർക്കും NH ഹൈവേ അതോറിറ്റിക്കും മുഖ്യമന്ത്രിക്കും എല്ലാവർക്കും ഇവിടുന്ന് നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു പരിഹാരവും ഇതുവരെ കണ്ടിട്ടില്ല. ഇനിയും ഈ പരിഹാരം കണ്ടില്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. എന്താണെങ്കിലും വളരെ വേഗത്തിൽ തീർക്കാവുന്ന ഒരു നിർമ്മാണമാണ് ഈ രണ്ട് മേഖലയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സർവീസ് റോഡിന്റെ പണി എന്നുള്ളത്. ഇത് ആവശ്യപ്പെട്ട് പലതവണ ഈ ഇവിടുത്തുകാർ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. ആ പ്രക്ഷോഭം അവർ തുടരുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ കൂരിയാട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവർ വീണ്ടും ആ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ശക്തമാക്കാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ ഉള്ളത്.
ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.